കമ്പല്ലിംഗ് ആയിട്ടുള്ള റീസൺസ് ആണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ ഫിനിഷ് ചെയ്തു, തേർഡ് ചാപ്റ്ററിലേക്ക് കയറുവാണ്. കൺഗ്രാജുലേഷൻസ്. കാരണം ഇവിടെയാണ് ശരിക്കും സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ആൾക്കാർ, കമ്മിറ്റഡ് അല്ലാത്ത ആൾക്കാർ ഇവിടെയാണ് ഡ്രോപ്പായി പോകുന്നത്. നിങ്ങൾ ആ സിറ്റുവേഷനെ ബ്രേക്ക് ത്രൂ ചെയ്തു. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോവാണ് എങ്ങനെ തടസ്സങ്ങളെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം, ഓബ്സ്റ്റക്കിൾസ് എങ്ങനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം. ലിറ്ററലി ലിൻഡ അതാണ് ചെയ്തത്. എൻ്റെ ആയിരക്കണക്കിന് ക്ലയൻറ്റുകൾ അതാണ് ചെയ്തത്. 16 രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലയൻറ്റ് അതാണ് ചെയ്തത്. മലയാളത്തിലും ഇംഗ്ലീഷിലും, സൗത്ത് അമേരിക്കയിൽ നിന്നും, നോർത്ത് അമേരിക്കയിൽ നിന്നും, കാനഡയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, സൗദി അറേബ്യയിൽ നിന്നുള്ള ക്ലയൻസ് അതാണ് ചെയ്തത്. നിങ്ങൾ റെഡിയാണോ ഓപ്പർച്യൂണിറ്റികൾ, ഒബ്സ്റ്റക്കിളിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരാനായിട്ട്, പരാജയത്തിൽ നിന്ന് വിജയം കണ്ടെത്താനായിട്ട്? റെഡിയാണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ചാപ്റ്റർ നമ്പർ 3. അധ്യായം 3. തടസ്സങ്ങൾ അവസരങ്ങളോ. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാനും അർജുനും ബീച്ചിലേക്ക് പോയി. തനിക്കൊരു കോൺഫറൻസ് കോൾ ഉണ്ടെന്നും അരമണിക്കൂറിന് ശേഷം അവിടെ അടുത്തുള്ള പാർക്കിൽ വെച്ച് കണ്ടുമുട്ടാമെന്നും അർജുൻ എന്നോട് പറഞ്ഞു. പക്ഷെ പോകുന്നതിന് മുൻപ് അദ്ദേഹം എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു. യാതൊരു പരിധിയുമില്ലാതെ സ്വപ്നം കാണുന്ന 7 വയസ്സുള്ള കുട്ടിയാണ് നീ എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത 90 ദിവസം കൊണ്ട് എന്ത് നേടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കേൾക്കുമ്പോൾ വളരെ നിസ്സാരം. പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷകളും, സ്വപ്നങ്ങളും, ആഗ്രഹങ്ങളും എല്ലാം ഒറ്റ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം. ഈ സ്വപ്നങ്ങൾ തളർക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ സംശയരോഗം ഇവയെ കൊല്ലുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അർജുൻ കാർ ഓടിച്ചു പോകുമ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ കുറച്ച് ആശ്വാസം തോന്നി. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ കുറച്ച് സമയം കിട്ടിയതിന്. ഉച്ച കഴിഞ്ഞുള്ള സൂര്യന് നല്ല ചൂടുണ്ട്. എൻ്റെ അസ്ഥികളിലേക്ക് ആ ചൂട് തുളഞ്ഞു കയറുന്നുണ്ട്. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ എനിക്കത് അനുഭവപ്പെട്ടതേയില്ല. ബീച്ചിലെത്തിയ വിനോദസഞ്ചാരികളുടെ ചിരിയും സംസാരവും ആ ചൂട് വായുവിൽ അലിയുന്നു. അവരിൽ ചിലരുടെ ഉച്ചാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. നടന്നു പോകുന്ന ആളുകളുടെയും നല്ല വേഗത്തിലോടുന്ന ബൈക്കുകളുടെയും നടുവിലൂടെ ഞാൻ റോഡ് മുറിച്ചു കടന്ന് നീളത്തിലുള്ള പനമരങ്ങളും പച്ച പുൽത്തകിടിയും ചേർന്ന് മനോഹരമാക്കിയ പാർക്കിലേക്ക് നടന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ കടലിന് അഭിമുഖമായി നിൽക്കുന്ന ലോഹവേലി കാണാം. അതിനപ്പുറം അനന്തമായ കടൽ. രാവിലെ ഞാൻ ജീവിതം അവസാനിപ്പിക്കാനായി തിരഞ്ഞെടുത്ത അതേ കടൽ. ആ ലോഹവേലിയിൽ ഞാൻ കൈവച്ചു. അയ്യോ, സൂര്യന്റെ ചൂടുകൊണ്ട് ചുട്ടുപഴുത്തിരിക്കുന്ന കാര്യം ഞാൻ മറന്നു. ഞാൻ അവിടെ കണ്ട പിക്നിക് ടേബിളിലിരുന്നു. കടൽക്കാറ്റിൽ എൻ്റെ മുടിയിഴകൾ പാറിക്കൊണ്ടിരുന്നു. ഇവിടുത്തെ കാറ്റിന് പോലും ഉപ്പുരസം അനുഭവപ്പെട്ടു. കടലിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ശാന്തതയും വിശാലതയുമാണ് തോന്നുന്നത്. അർജുന്റെ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. പരിധികളില്ലാതെ സ്വപ്നം കാണുന്ന ഒരു 7 വയസ്സുകാരിയാണെന്ന് നീ എന്ന് സ്വയം സങ്കല്പിക്കുക. എങ്കിൽ അടുത്ത 90 ദിവസം കൊണ്ട് നിനക്ക് എന്താണ് നേടേണ്ടത്? എന്താണ് എനിക്ക് വേണ്ടത്? ലോട്ടറി അടിക്കണമെന്നാണ്? എല്ലാറ്റിൽ നിന്നും അകന്ന് ചൊവ്വയിലേക്ക് പോയി ജീവിക്കണമെന്നോ? അതോ ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി ആപ്പിൾ കമ്പ്യൂട്ടറിൽ നിക്ഷേപം നടത്തണമെന്നോ? ഏയ് അർജുൻ, നിങ്ങൾ എന്നെ കൊച്ചുകുട്ടിയെ പോലെ ചിന്തിക്കാൻ അനുവദിച്ചതുകൊണ്ട് എൻ്റെ ഭാവന പോകുന്ന പോക്ക് കണ്ടില്ലേ? എന്തായാലും നോക്കാം. ഞാനിപ്പോൾ ഒരു കുട്ടിയല്ല. വിഷാദത്തിലേക്കും നിരാശയിലേക്കും തിരിച്ചു പോകാൻ ഇനി എനിക്ക് വയ്യ. എല്ലാം നഷ്ടപ്പെട്ട് ഏകാന്തതയിലേക്ക് പോകാനും വയ്യ. എനിക്കിനിയും ഒരു ലോകതോൽവി ആകണ്ട. എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് സന്തോഷവതിയായ ഒരു വിജയിയാകണം. പക്ഷെ എങ്ങനെ? ഞാനിപ്പോൾ ആകെ തകർന്നടിഞ്ഞാണ് നിൽക്കുന്നത്. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അത്ര എളുപ്പവുമല്ല. പിക്നിക് ടേബിളിലെ ചൂട് കാരണം എൻ്റെ ജീൻസ് ഒരുവിധം ഉണങ്ങി. സൂര്യൻ എൻ്റെ കണ്ണുകളിലേക്ക് അടിക്കുന്നു. ഞാൻ കണ്ണുകൾ അടച്ചു.
എനിക്ക് വേണ്ട ഉത്തരങ്ങൾ എൻ്റെ തലച്ചോറിലേക്ക് വെറുതെ ഇങ്ങനെ മാന്ത്രികമായി വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. എത്ര സമയം ഞാൻ അങ്ങനെ അവിടെ ഇരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു പരിചിതമായ ശബ്ദം എന്നെ ഉണർത്തി. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഏതാനും അടി ദൂരത്ത് അർജുൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ സന്തോഷം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. എനിക്കും അദ്ദേഹത്തെ പോലെ ഇത്രയും കാശുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മുഖത്തും ഇതേ സന്തോഷമുണ്ടാകുമായിരുന്നു. പക്ഷെ അർജുന്റെ മുഖത്തുള്ള ഈ സമാധാനം അദ്ദേഹത്തിന് സമ്പത്ത് കൊണ്ട് ലഭിച്ചതല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അദ്ദേഹത്തിന് ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയണം. പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ഒരുപാട് വികാരങ്ങൾ മാറി മറിഞ്ഞ് കടന്നുപോയി. ഞാൻ ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നി. ഒപ്പം അർജുനോട് ഏറെ കടപ്പാടും തോന്നി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയില്ല നിങ്ങൾ എന്നെ എന്തിനാണ് രാവിലെ തടഞ്ഞതെന്ന്. നിങ്ങളുടെ ഇത്രയും തിരക്കുകളിൽ നിന്ന് എനിക്ക് വേണ്ടിയും എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ഇത്ര സമയം മാറ്റിവെക്കുന്നതെന്ന്. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. അർജുൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ സമയം ചിലവഴിക്കുന്നതിനുള്ള മൂല്യം നിനക്കുണ്ടില്ല. പനയോലകളിൽ കാറ്റ് വീശുമ്പോഴുള്ള സീൽക്കാര ശബ്ദം ശ്രദ്ധിച്ച് കുറച്ചു നേരം നിശബ്ദമായിരുന്നു. അടുത്ത 3 മാസം കൊണ്ട് നിനക്ക് എന്താണ് നേടേണ്ടതെന്ന് ചിന്തിച്ചോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ തലയാട്ടി. അടുത്ത 3 മാസം കൊണ്ട് എനിക്കെൻ്റെ കടം വീട്ടണം. അത് 3.5 കോടി രൂപയോളം വരും. നടക്കുന്ന കാര്യമൊന്നുമല്ലത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ തല കറങ്ങുന്നു. ശരിക്കുമുള്ള തുക പറയേണ്ടി വരുമ്പോൾ തന്നെ ഉള്ളിലെന്തോ കൊളുത്തി വലിക്കുന്നത് പോലെയുള്ള വേദന. ഈ വലിയ കടക്കണിയിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ എനിക്ക് പ്രതീക്ഷ അത്രയ്ക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ കടം അടുത്ത 3 മാസം കൊണ്ട് 2 കോടി രൂപയാക്കി കുറയ്ക്കാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ ആശ്വാസമാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പാണ്. ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുക്കാൻ പോലുമുള്ള പണമില്ല എൻ്റെ കയ്യിൽ. ഇനി വലിയ സ്വപ്നം കണ്ടില്ലെന്ന് വേണ്ട. അർജുൻ പറഞ്ഞത് വലിയ സ്വപ്നം കാണണമെന്നാണല്ലോ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്റെ അത് വളരെ നല്ലൊരു ചിന്തയാണ്. എന്നിരുന്നാലും കടം വീട്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ അത് കടം കൂട്ടുന്നതിനായിരിക്കും വഴി തെളിക്കുന്നത്. നീ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതിനെ അല്ല ഇവിടെ പറയേണ്ടത്. പകരം എന്തിനെയാണോ നിനക്ക് ആകർഷിക്കേണ്ടത് അതനുസരിച്ച് നിന്റെ വാക്കുകൾ തിരിച്ചെഴുതണം. ഒപ്പം നിന്റെ ലക്ഷ്യം സാമ്പത്തികമായതിനാൽ അത് നേടുന്നതിലൂടെ നീ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ പോകുന്നു എന്നതും ലക്ഷ്യത്തിൽ ചേർക്കണം. ബിസിനസ്സിലായാലും കരിയറിലായാലും കൂടുതൽ മൂല്യം കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പണം. എത്ര കൂടുതൽ മൂല്യം നമ്മൾ ഉപഭോക്താവിന് കൊടുക്കുന്നുവോ അത്രത്തോളം പണം നമുക്ക് നേടാനാകും. ഓക്കെ, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. എൻ്റെ ഉപഭോക്താക്കളായ ചെറുകിട ബിസിനസ് സംരംഭകർക്ക് കൂടുതൽ മൂല്യം നൽകിക്കൊണ്ട് അടുത്ത 90 ദിവസം കൊണ്ട് എനിക്ക് 2 കോടി രൂപ സമ്പാദിക്കണം. എൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ ലക്ഷ്യം നേടും. അവരുടെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്ത് അതുവഴി അവരെ അടുത്ത തലത്തിലേക്ക് വളർത്താനും കൂടുതൽ പണം നേടാനും ഞാൻ അവരെ സഹായിക്കും. ഭയങ്കരം! അർജുൻ സന്തോഷത്തോടെ തലയാട്ടി. എത്ര നന്നായിട്ടാണ് നീ പറഞ്ഞത്. നന്ദി. ഇനി ഞാൻ ആകെ ചെയ്യേണ്ടത് 2 കോടി രൂപ കണ്ടെത്താനുള്ള എൻ്റെ ഹിമാലയൻ കയറ്റം ആരംഭിക്കുക എന്നതാണ്. ഞാൻ ചിരിച്ചു. അർജുനും അമർത്തി ചിരിച്ചു. പണത്തെക്കുറിച്ചും നിന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധിയെ എങ്ങനെ ആകർഷിക്കാമെന്നും നമുക്ക് ഉടൻ തന്നെ സംസാരിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ വാങ്ങിയ നോട്ട് പാഡ് എടുക്ക്. ഷോപ്പിംഗ് ബാഗിൽ നിന്ന് നോട്ട് പാഡും പേനയും എടുക്കാനുള്ള സമയം അദ്ദേഹം തന്നു. എൻ്റെ നഖത്തിനിടയിൽ കയറിയിരിക്കുന്ന മണലിൻ്റെ ചെറുതരികൾ കളയാൻ ഞാൻ ശ്രമിച്ചു. ധൈര്യം സംഭരിച്ച് ഞാൻ പറഞ്ഞു. അർജുൻ, ഞാനൊരു സത്യം പറയട്ടെ. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് തന്നെയാണ് എൻ്റെ ഉള്ളിലെ ശബ്ദം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങളുടെ എക്കാലത്തെയും സീരിയൽ കില്ലറാണ് ഈ ശബ്ദം. ഞാൻ എങ്ങനെ ഇതിനെ മറികടക്കും? ലിൻഡ, നീ അത് തുറന്നു പറയാൻ കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ലക്ഷ്യം നേടാൻ നിന്നെ നിർബന്ധിക്കുന്ന കാരണങ്ങൾ നീ എപ്പോൾ കണ്ടെത്തുന്നുവോ
ആ നിമിഷം തന്നെ നിന്നെ പിന്നോട്ട് വലിക്കുന്ന, നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ശബ്ദത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നീ തുടങ്ങിക്കഴിഞ്ഞു. ആന്തരികമായ സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത്, അദ്ദേഹം തുടർന്നു. ഒരു വശത്ത് നീ സാമ്പത്തികമായി വിജയിക്കണമെന്ന് ചിന്തിക്കുന്നു, എന്നാൽ മറുവശത്ത് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് ചിന്തിക്കുന്നു. ഒരാൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നു. അയാൾ എല്ലാ ദിവസവും തന്റെ ലക്ഷ്യം നേടാനായി പരിശ്രമിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ അയാളുടെ തലച്ചോറിന്റെ മറ്റൊരു ഭാഗം പറയുകയാണ്, സമ്പന്നനായാൽ അയാൾക്ക് തന്റെ എല്ലാ ധാർമ്മിക മൂല്യങ്ങളും നഷ്ടപ്പെടുത്തുകയും അയാൾ ഒരു കൊള്ളരുതാത്തവനാവുകയും ചെയ്യുമെന്ന്. ഇത്തരത്തിൽ ആന്തരിക സംഘർഷമുള്ളയാൾക്ക് പണക്കാരനായി മാറാൻ കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതിനെനിക്ക് യാതൊരു സാധ്യതയുമില്ല. അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ലായിരുന്നു. എന്തുകൊണ്ട്? സമ്പന്നയും വിജയമാകാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചു. അതിനായി കഠിനമായി അധ്വാനിച്ചു. പക്ഷെ ഒരുപാട് പണമുണ്ടാക്കുന്നതിനെ കുറിച്ച് എൻ്റെ ഉള്ളിൽ എനിക്ക് കുറ്റബോധമുണ്ട്. അതിന് കാരണം ഞാൻ അറിയുന്ന സമ്പന്നരായ ആളുകൾ എല്ലാവരും ചതിയന്മാരും കള്ളന്മാരുമാണ്. കുട്ടിക്കാലത്ത് എബനേസർ സ്ക്രൂജിനെ പോലെയുള്ള പിശുക്കരായ പണക്കാരെ എനിക്ക് വെറുപ്പായിരുന്നു. സമ്പന്നയായാൽ ഞാനും അവരെ പോലെയാകും. എനിക്ക് ഒരിക്കലും മോശപ്പെട്ട ആളാകേണ്ട. എൻ്റെ വ്യക്തിത്വം നശിപ്പിക്കുകയും വേണ്ടെന്ന് ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയുമായിരുന്നു. ശരി ശരി, ഒന്ന് നിൽക്ക്. എല്ലാ പണക്കാരും തട്ടിപ്പുകാരാണെന്നത് ശരിയാണോ? വിടരുന്ന കണ്ണുകളോടെ അർജുൻ എന്നെ നോക്കി. അയ്യോ, നിങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല അർജുൻ. വേണ്ട, എന്നെയും ആ കൂട്ടത്തിൽ പെടുത്തിക്കോളൂ, എന്നിട്ട് തിരിച്ചു പോയിക്കോളൂ, കണ്ണിറുക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു. ക്ഷമിക്കണം, ഞാനങ്ങനെ ഉദ്ദേശിച്ചില്ല. സാരമില്ല, എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്നാൽ വളരെ വിശ്വസ്തരും സത്യസന്ധരും ഒപ്പം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമായ 100 കണക്കിന് സമ്പന്നരെ എനിക്ക് വ്യക്തിപരമായി അറിയാം. അവരൊന്നും എബനേസർ സ്ക്രൂജിനെ പോലെ അല്ല. വയസ്സനായ സ്ക്രൂജിന് പോലും പിന്നീട് മനംമാറ്റമുണ്ടായത് മറക്കരുത്. എനിക്കറിയാം, ചിലപ്പോൾ എനിക്ക് പണക്കാരോട് അസൂയയായിരിക്കും. നല്ല സമ്പന്നരും ചീത്ത സമ്പന്നരുമുണ്ട്. എല്ലാ ഗണത്തിലും നല്ലതും ചീത്തയുമായ ആളുകളുണ്ടല്ലോ ലിൻഡ. എൻ്റെ സുഹൃത്തായ വാറൻ ബഫറ്റ് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്ന ശതകോടീശ്വരന്മാരിൽ പണം അവരുടെ അടിസ്ഥാന സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരുന്നു. പണമുണ്ടാക്കുന്നതിന് മുമ്പ് അവർ മോശക്കാരായിരുന്നെങ്കിൽ പിന്നീട് പണമുണ്ടാക്കുമ്പോൾ അവർ ബില്യൺ ഡോളറുകളുള്ള മോശക്കാരാകുന്നു. അത്രമാത്രം. ദുഷ്ടന്മാർ സമ്പന്നരായ ദുഷ്ടന്മാരാകുന്നു. മനുഷ്യരോട് അനുകമ്പയുള്ളവർ സമ്പന്നരായ ദയാലുക്കളാകുന്നു. അതെ, എനിക്ക് മനസ്സിലായി. എല്ലാ പണക്കാരെയും സാമാന്യവൽക്കരിച്ചതിന് ക്ഷമിക്കണം. എൻ്റെ ഒരു കാര്യം. സാരമില്ല. പക്ഷേ എന്നെ അലട്ടുന്ന ചോദ്യം ഇതാണ്. സമ്പന്നരെ കുറിച്ചുള്ള നിന്റെ വിശ്വാസം സമ്പന്നയാകുന്നതിൽ നിന്ന് നിന്നെ തടയുന്നുണ്ടോ? അർജുൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മറ്റെന്തൊക്കെ നെഗറ്റീവ് അനുമാനങ്ങളാണ് എനിക്ക് ഉണ്ടായിരുന്നത്? ഞാൻ എൻ്റെ നോട്ട് പാഡ് തുറന്നു. ഞാൻ വീണ്ടും സ്കൂളിലെത്തിയതുപോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾ എൻ്റെ ഹിസ്റ്ററി ടീച്ചറായ മിസ്സിസ് മേയേഴ്സും. അവർ തൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നോട്ട് ബുക്ക് എടുക്കാൻ പറയുന്നത് പോലെയുണ്ട്. കുറച്ച് നരച്ച മുടിയൊക്കെയുള്ള നല്ല സുന്ദരനും ആവരെയും ആകർഷിക്കുന്ന വ്യക്തിപ്രഭാവമുള്ള അല്പം പ്രായമുള്ളയാളായിരുന്നു മിസ്സിസ് മേയേഴ്സ്. അർജുൻ പുരികമുയർത്തി ഗൗരവം അഭിനയിച്ച് ചോദിച്ചു. അവർ നല്ല ഒതുങ്ങിയ ശരീരവും വലിയ മാറിടവും സ്വർണ്ണ തലമുടിയുമുള്ളൊരു സുന്ദരിയായിരുന്നു. വളരെ നന്നായി. അർജുൻ സംതൃപ്തിയോടെ ചിരിച്ചുകൊണ്ട് കൈയടിച്ചു. ഏറ്റവും നല്ല രീതിയിൽ നിന്നെ വിശേഷിപ്പിക്കുന്ന 5 വാക്കുകൾ ഏതൊക്കെയാണ്? മറ്റുള്ളവർ നിന്നെപ്പറ്റി പറയണമെന്ന് ആഗ്രഹിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? അതൊരു വാക്കോ വാക്യമോ ആകാം. അതിനെക്കുറിച്ച് 1 മിനിറ്റ് ചിന്തിച്ചതിന് ശേഷം എന്നോട് പറയണം. പിക്നിക് ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് കടൽ ഭിത്തിയിലേക്ക് നടന്നുകൊണ്ട് അർജുൻ പറഞ്ഞു. എന്നെക്കുറിച്ച് ഏറ്റവും നന്നായി വിവരിക്കുന്ന 5 വാക്കുകൾ ഏതൊക്കെയാണ്? പാഷനേറ്റ്? അതെ, തീർച്ചയായും. വേറെന്താണ്? കാരുണ്യമുള്ളവൾ. അതായിരിക്കും. നന്ദിയുള്ളവൾ. എൻ്റെ തലയിലേക്ക് വന്ന ആദ്യത്തെ ചിന്തകൾ ഞാൻ നോട്ട്പാഡിൽ കുറിച്ചുകൊണ്ടിരുന്നു. കൈ വേദനിക്കുന്നത് വരെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മാവിനെ മുഴുവനായി പേപ്പറിലേക്ക് പകർത്തിയതുപോലെ തോന്നി. ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തെന്ന് അർജുന് തോന്നിയിട്ടാകണം. അദ്ദേഹം തിരിച്ചു വന്ന് എൻ്റെ അടുത്തിരുന്നു.
വളരെ പാഷനേറ്റ് ആയിട്ടാണ് നീ എഴുതിയതെന്ന് എനിക്കറിയാം. പറയൂ, എന്താണ് എഴുതിയത്? അദ്ദേഹം വളരെ സൗമ്യമായി ചോദിച്ചു. വിമർശനവും ദേഷ്യവും ഇല്ലാതെ അർജുൻ സംസാരിക്കുന്നത് പോലെ എൻ്റെ അച്ഛൻ സംസാരിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പാഷനേറ്റ് ആണ്. അലിവും സ്നേഹവും കരുതലും കടപ്പാടുമുള്ളവളാണ്. അവ വളരെ ശക്തമായ വാക്കുകളാണ്. അർജുൻ തലയാട്ടി. ഇനി നിന്നെക്കുറിച്ച് കേൾക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത 5 വാക്കുകളെക്കുറിച്ച് എഴുതാം. നീ ഏറ്റവും വെറുക്കുന്ന കാര്യങ്ങൾ. ഈ സ്വഭാവങ്ങൾ ഉള്ളവരെ ആയിരിക്കും നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അർജുൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചു. ഒടുവിൽ ഞാൻ പേനയെടുത്ത് എഴുതാൻ തുടങ്ങി. ആദ്യം പതിയെ, പിന്നെ ആശയങ്ങൾ ശക്തമായി ഒഴുകാൻ തുടങ്ങി. എഴുത്തിന് വേഗത കൂടി. എനിക്ക് മടിയില്ല, എനിക്ക് അസൂയയുമില്ല. ഞാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവളല്ല. ഞാനൊരു പരാജയമോ സത്യസന്ധതയില്ലാത്തവളോ സ്വാർത്ഥയോ അല്ല. ഞാൻ എബനേസർ സ്ക്രൂജിനെ പോലെയുള്ളവളുമല്ല. ഞാൻ ഉറക്ക വായിച്ചു. ദാ ഇപ്പോൾ തന്നെ 7 എണ്ണമായിട്ടുണ്ട്. ഇനിയും വേണം. ഞാൻ നോട്ട്പാടടച്ച് താടിയിൽ കൈവച്ചിരുന്നു. എന്തോ വലിയ കാര്യം ചെയ്തു തീർത്ത സന്തോഷം എനിക്ക് തോന്നി. നമുക്കിനി ഈ വാക്കുകൾ നോക്കാം. അവ നിന്റെ നെഗറ്റീവ് ഐഡന്റിറ്റി അല്ലെങ്കിൽ നിഴലുകളാണ്. ദുർബലയോ സത്യസന്ധതയില്ലാത്തവളോ സ്വാർത്ഥതയുള്ളവളോ അല്ലെന്ന് നീ സ്വയം വിശ്വസിക്കുന്നു. പക്ഷെ സൂക്ഷ്മമായി നോക്കിയാൽ നിനക്ക് വേണ്ടാത്ത ഈ കാര്യങ്ങൾക്കാണ് നീ ശ്രദ്ധ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. നീ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്ന മേഖലകളാണിവ. ഏറ്റവും പ്രതിരോധിക്കുന്ന കാര്യങ്ങളായിരിക്കും നിഴലുപോലെ നിന്നെ പിന്തുടരുന്നത്. ഉദാഹരണത്തിന് സ്വാർത്ഥതയുടെ കാര്യം തന്നെ എടുക്കാം. നീ ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിന് നീ ഊർജം കൊടുക്കുന്നു. സ്വാർത്ഥതയെ പ്രതിരോധിക്കുന്നതിനായി നീ ഊർജം ചെലവഴിക്കുന്നു. അതുപോലെ സത്യസന്ധതയില്ലാത്തവളാകാതിരിക്കാൻ നീ ഊർജം പാഴാക്കുന്നു. ഇത്തരം നിഴലുകൾ നമ്മളുടെ മാനസികോർജം വലിയ തോതിൽ നഷ്ടപ്പെടുത്തുന്നു. ഇത്തരം പ്രതിരോധിക്കലുകളാണ് ജീവിതത്തിലെയും കരിയറിലെയും ബിസിനസ്സിലെയും പരാജയത്തിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന്. പിന്നെ വെറുക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ഞാൻ ചിന്തിക്കും? പക്ഷെ സ്വാർത്ഥതയെ ഞാൻ പ്രതിരോധിക്കുന്നത് നല്ല കാര്യമല്ലേ? ഇതെനിക്ക് വ്യക്തമായില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ ഞാൻ നിന്നോട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. നീ എന്തുകൊണ്ടാണ് സ്വാർത്ഥയാകാതിരിക്കാൻ ശ്രമിക്കുന്നത്? എങ്കിൽ എനിക്ക് നിസ്വാർത്ഥയാകാം, ഞാൻ പറഞ്ഞു. അതായത് സ്വാർത്ഥതയുടെ വിപരീതം. എന്നാൽ പിന്നെ നിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളിലൊന്നായി നീ നിസ്വാർത്ഥയാണെന്ന് പറഞ്ഞാൽ പോരെ? സ്വാർത്ഥയല്ല എന്നതിന് പകരം. അർജുൻ എന്നോട് പെട്ടെന്ന് ചിന്തിച്ച് ഉത്തരം പറയാൻ പറഞ്ഞതുകൊണ്ടാണ്. അതെ, എന്നാൽ സ്വാർത്ഥതയെ നിന്റെ നിഴലായി പറയുന്നതിന് പകരം നിസ്വാർത്ഥതയെ നിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി പറയുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? മറ്റുള്ളവരെ സഹായിക്കുന്ന എൻ്റെ ഐഡന്റിറ്റിയിൽ എനിക്ക് കൂടുതൽ ആവേശം തോന്നും. എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ ശരിയായ ദിശയിലാണോ എന്ന്. പക്ഷേ എൻ്റെ മനസ്സ് പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഇതാണോ അർജുൻ ഉദ്ദേശിച്ചത്? അത് തന്നെ. ഈ ലോകം മുഴുവൻ ഇതുപോലെ നിസ്വാർത്ഥരായി മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്ക് വളരെ പരിപൂർണമായ എല്ലാം തികഞ്ഞ ഒരു ലോകം ലഭിക്കും. ഞാൻ പൊട്ടിച്ചിരിച്ചു. അത് ശരിയല്ല ലിൻഡ. മടിയന്മാർ നിറഞ്ഞ വിരസമായ ഒരു രോഗമായിരിക്കും അത്. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിന്റെ സ്വാർത്ഥത ഇവിടെ നിന്നെ സഹായിക്കുകയായിരിക്കും ചെയ്യുന്നത്. കാര്യങ്ങൾ നടപ്പാക്കാൻ പ്രചോദനം നൽകിക്കൊണ്ട്. ഒരു വ്യക്തിക്ക് അയാളെ പ്രചോദിപ്പിക്കാനുള്ള ആഗ്രഹങ്ങളില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ ഉയർച്ചയുണ്ടാകും? നിന്റെ സ്വാർത്ഥതയെ പ്രതിരോധിക്കാതെ ആ സ്വാർത്ഥതയെ പുണർന്നില്ലെങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്താൻ നിനക്ക് സാധിക്കില്ല. സ്വന്തം പ്രശ്നങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം സ്നേഹിക്കുക. ഇനി നിന്റെ നിഴൽ ഐഡന്റിറ്റികളെ പരിശോധിക്കാം. അതിൽ ഏറ്റവും വൈകാരിക തീവ്രതയുള്ളതിനെ കണ്ടെത്തുക. അതായത് ഏതിനെയാണ് നീ ഏറ്റവും കൂടുതലായി ഒഴിവാക്കാനോ പ്രതിരോധിക്കാനോ ആഗ്രഹിക്കുന്നത്? അവിശ്വസ്തത എന്ന് പറയേണ്ടി വരും. ഞാൻ കടലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീല തിരമാലകൾ വെയിലിൽ വെട്ടിത്തിളങ്ങുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ സങ്കടത്തിന്റെ തിരമാലകൾ താഴേക്കിറങ്ങി വരുന്നത് പോലെ. എനിക്ക് ഒരാളെ വിശ്വസിച്ച് ആശ്രയിക്കാൻ കഴിയാത്തതാണ് എന്നെ ഏറ്റവും വെറുപിടിപ്പിക്കുന്ന സ്വഭാവം. എൻ്റെ അമ്മയ്ക്ക്
എൻ്റെ അച്ഛനെ ആശ്രയിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വളർന്നത്. ആ സാഹചര്യം എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ കേൾക്കുന്നതിൽ വിഷമമുണ്ട്. അപ്പോൾ അതാണ് നിന്റെ ഏറ്റവും വലിയ നിഴൽ. നിന്നെ ഏറ്റവും പരിമിതപ്പെടുത്തുന്നതും അതുതന്നെ. ഈ നിഴലിനെ നിന്റെ വ്യക്തിത്വത്തിലേക്ക് ചേർക്കുന്നത് വഴി നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അതിവേഗം സംഭവിക്കുന്നത് കാണാം. ഈ നിഴൽ നിനക്ക് കിട്ടിയ ഒരു സമ്മാനമാണ്. നിന്റെ ശക്തി നിന്റെ ഈ സമ്മാനത്തിലാണ് ഇരിക്കുന്നത്. അതായത് നിന്റെ യഥാർത്ഥ വ്യക്തിത്വം. നിന്റെ ഏറ്റവും വലിയ അവസരങ്ങൾ നിന്റെ കുറവുകളിലാണ് ഒളിച്ചിരിക്കുന്നത്, നിന്റെ നിഴലുകളിൽ. ആ വലിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ നീ തയ്യാറാണോ? ഞാൻ കടലിൽ നിന്ന് എൻ്റെ കണ്ണുകൾ അർജുൻ്റെ പുഞ്ചിരിയിൽ കേന്ദ്രീകരിച്ചു. അതെ, വളരെ നല്ല കാര്യം ലിൻഡ. അവിശ്വസ്തതയാണ് നിന്റെ നിഴലായി നീ ചൂണ്ടിക്കാണിച്ചതെങ്കിൽ അതിനർത്ഥം വിശ്വാസം എന്നതിന് നിന്റെ കുടുംബ പശ്ചാത്തലവുമായി ആഴമായ ബന്ധമുണ്ടെന്നാണ്. ഒരുപക്ഷെ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് നിനക്ക് വേണ്ടത്ര മൂല്യം ലഭിച്ചിട്ടില്ലായിരിക്കാം. അവർ നിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം നിനക്ക് അവിശ്വസ്തതയെക്കുറിച്ച് ഇത്രത്തോളം ശക്തമായ വികാരം തോന്നുന്നത്. വളരെ വലിയ മാനസികാഘാതങ്ങളിലൂടെയും വേദനയിലൂടെയും പീഡനത്തിലൂടെയുമൊക്കെ കടന്നുപോയവരുണ്ട്. നീ അങ്ങനെയൊന്നും സൂചിപ്പിക്കാത്തത് കൊണ്ട് അത്തരം സംഭവങ്ങളൊന്നും നിനക്ക് ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ മുടി വളരെ ചെറുതാക്കിയാണ് മുറിച്ചത്. ആൺകുട്ടികളെ പോലെ ഉണ്ടായിരുന്നു എന്നെ കണ്ടാൽ. അന്ന് എല്ലാവരും എന്നെ കളിയാക്കി വിളിച്ചിരുന്നത് ലാറി എന്നായിരുന്നു. അതൊരു വലിയ മാനസികാഘാതമായി നിങ്ങൾ കണക്കാക്കാത്തയിടത്തോളം കാലം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, കളിയാക്കി ചിരിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തേക്ക് നോക്കുമ്പോൾ ഞാനെന്ന വ്യക്തിയെ ഈ രീതിയിൽ രൂപപ്പെടുത്തിയ അനേകം കഠിനമായ സമയങ്ങളുണ്ടായിരുന്നു. എൻ്റെ അമ്മ 2 പേരുടെ ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. അതെന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അമ്മ ഒരേ സമയം എൻ്റെ അച്ഛനും അമ്മയുമായിരുന്നു. ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എൻ്റെ അച്ഛൻ ഒഴിഞ്ഞു മാറിയപ്പോൾ അമ്മയ്ക്ക് 2 റോളുകളും മാറി മാറി ചെയ്യേണ്ടി വന്നു. അച്ഛനവിടെ വെറുതെ ഒരു നോക്കുകുത്തിയായി ഉണ്ടായിരുന്നുവെന്ന് മാത്രം. എന്നെ ഒരു ശക്തയായ സ്ത്രീയാക്കി മാറ്റിയതിൽ ഈ സാഹചര്യങ്ങൾക്കും പങ്കുണ്ട്. അർജുൻ എന്നെ തുറച്ചു നോക്കി. ഇതിനിടയിൽ നീ എവിടെ പോയി ലിൻഡ? ആ വാക്കിന് ഞാനുമായി എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായ ബന്ധമുണ്ടായതെന്ന് ആലോചിക്കുകയായിരുന്നു. ഞാൻ ആലോചിച്ച കാര്യങ്ങൾ അർജുനോട് പറയാൻ എനിക്ക് തോന്നിയില്ല. അർജുൻ നല്ലൊരു കോച്ചും അസാമാന്യമായ കഴിവുള്ള ഒരു വ്യക്തിയുമായിരിക്കാം. പക്ഷേ അദ്ദേഹം എൻ്റെ സൈക്കോളജിസ്റ്റോ കൗൺസിലറോ അല്ല. അർജുൻ പറയുന്നത് ഞാനൊരു വിശ്വസ്തയായ വ്യക്തിയാണെന്ന കാര്യത്തിൽ എനിക്ക് തന്നെ ഒരു കുറവ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ സ്വഭാവത്തെ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കുന്നതിന് പകരം എൻ്റെ നിഴലാക്കിയത് എന്നല്ലേ? ചുരുക്കത്തിൽ നീ വിശ്വസ്തത തെളിയിക്കുന്നതിനായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് നിന്റെ മനസ്സ് വിശ്വസിക്കുകയാണ്. നിനക്ക് വിശ്വസ്തത വളരെ പ്രധാനമായതിനാൽ മനസ്സതിനെ നിന്റെ നിഴലാക്കി നിന്നിലേക്ക് ചേർത്തിരിക്കുകയാണ്. വിശ്വസ്തത കാണിക്കുന്നതിനായി ആയിരക്കണക്കിന് കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ നിന്റെ മനസ്സ് അതൊക്കെ അവഗണിക്കുന്നു. അത് ശരിയാക്കാൻ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നിഴൽ യുദ്ധം ഞാനങ്ങ് നടത്തി ആ നിഴലിനെ ഇല്ലാതാക്കിയാലോ? ഞാൻ ചിരിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിഷേധാർത്ഥത്തിൽ തലയാട്ടി. നിനക്കറിയുമോ, ഒരു കാര്യവും ഇല്ലാതാക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ആ നിഴലിനെ നിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് എനിക്ക് വേണ്ടത്. അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ശരിയാണ്. അർജുൻ ഇരുമ്പഴിയിലേക്ക് ചാഞ്ഞ് കാലുകൾ പിണച്ചു നിന്നു. ഇൻ്റഗ്രേഷൻ എന്നത് എങ്ങനെ മനുഷ്യ മനസ്സ് നമ്മുടെ ജീവിതകാലം മുഴുവൻ വികസിക്കുന്നു എന്നതിൻ്റെ സെൻട്രൽ ഓർഗനൈസിംഗ് തത്വമാണെന്ന് ഡോക്ടർ ഡാനിയൽ സീഗൽ പറഞ്ഞിരിക്കുന്നത്. ഊർജവും അറിവും നിങ്ങളിലേക്ക് സ്വതന്ത്രമായി ഒഴുകാനും വീണ്ടും ഒരു കുട്ടിയെപ്പോലെ ആകാനുമാണ് ഇൻ്റഗ്രേഷൻ സഹായിക്കുന്നത്. വൈകാരികതയുടെയും സോഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഉന്നത ഭാവമാണ് ഇൻ്റഗ്രേഷൻ. അർജുൻ, നിങ്ങളിതൊക്കെ എങ്ങനെ ഓർത്തു വയ്ക്കുന്നു? ലിൻഡ, നിനക്കെന്തോ അസ്വസ്ഥത പോലെ.
ഇന്ന് എനിക്ക് അസ്വസ്ഥപ്പെടാൻ ആവശ്യത്തിലേറെ കാരണങ്ങളുണ്ടല്ലോ. പക്ഷെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. അർജുൻ കടുകെട്ടി തിയറികൾ പറഞ്ഞോളൂ. ഞാൻ എൻ്റെ ഇരു ചെവികളും പിടിച്ചുകൊണ്ട് തുടർന്നു. ഞാനിനി കുറച്ചുകൂടി ശ്രദ്ധിച്ചു കേട്ടോളാം. അദ്ദേഹം ദീർഘനിശ്വാസത്തോടെ വാച്ചിലേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ സമയത്തിനോ ഈ പാഠങ്ങൾക്കോ ഞാൻ ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ലെന്നും അദ്ദേഹം വളരെ തിരക്കുള്ള മനുഷ്യനാണെന്നും ഞാൻ ഓർക്കേണ്ടതായിരുന്നു. എന്തായാലും ഒരു ദിവസം ഈ മനുഷ്യന് ഞാൻ അതിനുള്ള പ്രതിഫലം തിരിച്ചു കൊടുത്തിരിക്കും. അർജുൻ തുടർന്നു. നീ ആരോടെങ്കിലും ആഴത്തിലുള്ള വിശ്വാസം കാണിച്ചിട്ടുള്ള 3 അനുഭവങ്ങളൊന്ന് പറയൂ. ഞാൻ എൻ്റെ മണല് പറ്റിപ്പിടിച്ചിരിക്കുന്ന ജീൻസ് വലിച്ചു കയറ്റി. ശ്വാസം ഒന്നുള്ളിലേക്ക് വലിച്ച് പതിയെ പുറത്തു വിട്ടു. ചാർലി, അതായത് എൻ്റെ പഴയ പ്രതിശ്രുത വരൻ. അയാൾക്ക് എന്നെ ഒരിക്കൽ പോലും സംശയിക്കാനുള്ള ഇടം ഞാൻ കൊടുത്തിട്ടില്ല. അയാളെ ഞാൻ ഒരിക്കൽ പോലും ചതിച്ചിട്ടില്ല. അയാളെ ചുറ്റിപ്പറ്റിയായിരുന്നു എൻ്റെ ലോകം തന്നെ. ഗംഭീരം. നീ പൂർണ്ണമായും വിശ്വസ്തയായിരുന്ന മറ്റൊരനുഭവം കൂടി പറയൂ. കുട്ടിക്കാലത്തെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ പൂർണ്ണമായി വിശ്വസിക്കാമായിരുന്നു. കാരണം ഞാൻ അവരോട് ഒരിക്കലും നുണ പറയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുഴപ്പത്തിലാകുമായിരുന്നെങ്കിലും. അതും വളരെ നല്ല ഉദാഹരണമാണ്. ഇനി അവസാനമായി നിന്റെ ബിസിനസ് ജീവിതത്തിലെ ഒരു അനുഭവം കൂടി ഒന്ന് പറയൂ. ശരി, അതും പറയാം. ഞാൻ എൻ്റെ ബിസിനസ് പങ്കാളികളോട് 100% സത്യസന്ധയായിരുന്നു. എനിക്ക് പൈസയ്ക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാഹചര്യങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും എൻ്റേതല്ലാത്ത ഒരു ചില്ലി കാശ് പോലും ഞാൻ എടുക്കില്ലായിരുന്നു. ഞാനൊരു പക്ഷേ ഏറ്റവും മികച്ച ബിസിനസ് സംരംഭകയൊന്നും ആയിരുന്നില്ലായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ ക്ലയൻസിനോടും ബിസിനസ് പാർട്ട്നേഴ്സിനോടുമൊക്കെ അങ്ങേയറ്റം വിശ്വസ്തത കാണിച്ചിരുന്നു. അർജുൻ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. കണ്ടില്ലേ, ഇത്രയും നല്ല അനുഭവങ്ങളുണ്ടായിരുന്നിട്ടും നീ അത് നിഴലായല്ലേ കരുതി വച്ചിരിക്കുന്നത്. ആരും വിശ്വസ്തതയല്ലാത്തവൾ എന്ന് നിന്നെ വിളിക്കരുതെന്ന്. അതെ, എന്തുകൊണ്ടാണത്? നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ വിമർശന ബുദ്ധിയോടെ കാണുന്നത് കൊണ്ടാണ്. അതെ, ഈ സ്വഭാവം നിന്റെ ഭാഗമാക്കാൻ നീ അനുവദിക്കാത്തത് കൊണ്ടുകൂടിയാണ്. ഇത്രയും വർഷങ്ങൾ നീ അവിശ്വസ്തതയെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വസ്തയാകാൻ ശ്രമിക്കുന്നതിന് പകരം. നിനക്ക് മനസ്സിലായോ? ഏറെക്കുറെ. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടെന്നാൽ നിന്റെ മൊത്തത്തിലുള്ള ബന്ധങ്ങളുടെ ശൃംഖല പടുത്തുയർത്തിയിരിക്കുന്ന അടിത്തറ പ്രാഥമികമായി നിന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളുമായുള്ള ബന്ധത്തിൽ നിന്നാണ്. അത് നിന്റെ അച്ഛനാകാം, അമ്മയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റോൾ മോഡലാകാം. ഈ ആളുകളാൽ ഒരു രീതിയിലും അവഗണിക്കപ്പെടാൻ നിന്റെ ഉള്ളിലെ കുട്ടി ആഗ്രഹിക്കുന്നില്ല. നിനക്കിപ്പോൾ 40 വയസ്സുണ്ടെങ്കിലും ഒന്നുകിൽ നീ നിന്റെ മാതാപിതാക്കളെ അനുകരിക്കും, അല്ലെങ്കിൽ അവരുടെ നേർ വിപരീതമാകും. പക്ഷേ ഇപ്പോൾ നീ ഒരു കുട്ടിയല്ല. നിനക്ക് നിന്റെ മേൽ അധികാരം സ്ഥാപിക്കാനും വിശ്വസ്തത നിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കി മാറ്റാനും കഴിയും. ഞാൻ എല്ലാം അംഗീകരിക്കുന്നു അർജുൻ. അത്തരത്തിൽ എൻ്റെ ഐഡന്റിറ്റിയിലേക്ക് ഈ സ്വഭാവം സംയോജിപ്പിക്കാം. പക്ഷേ എവിടെ നിന്ന് നമ്മൾ തുടങ്ങും? വളരെ നല്ല തീരുമാനം. നിന്റെ വിശ്വസ്തതയുടെ ആദ്യത്തെ ഉദാഹരണം തന്നെ എടുക്കാം. നിന്റെ ഭാവനയിൽ അതിന് നിറം കൊടുത്ത് കൂടുതൽ വലുതും മനോഹരവുമാക്കുക. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ കേട്ടത് ശരിക്കും കേൾക്കുകയും കണ്ടത് മനസ്സിൽ വീണ്ടും കാണുകയും അറിഞ്ഞത് ശരിക്കും അനുഭവിക്കുകയും ചെയ്ത് ആ അനുഭവത്തെ കൂടുതൽ തീവ്രമാക്കുകയാണ് വേണ്ടത്. ആ അനുഭവം ഭാവനയിൽ നിന്റെ മൂക്കിന് 1 ഇഞ്ച് അടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് ആ അനുഭവത്തിലേക്ക് കയറുക. ഒരു സ്ത്രീ ചാഞ്ഞു നിന്ന് തുടയ്ക്കുമ്പോൾ ചുവന്ന ടൈലുകൾ തിളങ്ങുന്നു. അവൾ അണിഞ്ഞിരിക്കുന്ന ഏപ്രൻ മുതുകിൽ കെട്ടിയിരിക്കുന്നു. അവരുടെ തവിട്ട് തലമുടി പിന്നിൽ കെട്ടിവെച്ചിരിക്കുന്നു. എൻ്റെ അമ്മ. രാത്രി എനിക്ക് വീട്ടിൽ കയറേണ്ട സമയത്തിന് 5 മിനിറ്റ് മുൻപ് ഞാൻ കാർ കീ മേശപ്പുറത്ത് വെച്ചപ്പോൾ അവർ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവരുടെ മുഖത്തെ വിഷാദം നിറഞ്ഞ രേഖകൾ മായ്ച്ചു കളഞ്ഞു. ആ രാത്രി സ്കൂൾ ഡാൻസിൽ പങ്കെടുക്കാൻ എന്നെ അനുവദിക്കണോ എന്ന കാര്യം ചിന്തിക്കാൻ അമ്മ ഒരുപാട് സമയമെടുത്തു. പ്രത്യേകിച്ച് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിനാൽ അമ്മയ്ക്ക് എന്നിലുള്ള വിശ്വാസം എനിക്ക് തെളിയിക്കണമായിരുന്നു. എൻ്റെ കടമകൾ ഞാൻ പാലിക്കുമെന്ന് അമ്മയെ ഞാൻ കാണിച്ചു കൊടുത്തു.
ആദ്യത്തെ അനുഭവത്തിന് ശേഷം മറ്റ് 2 സംഭവങ്ങളെയും ഇതുപോലെ തന്നെ മനസ്സിൽ കാണാൻ അർജുൻ എന്നോട് പറഞ്ഞു. ഞാൻ ഓർമ്മകളിലേക്ക് ഇറങ്ങുകയും അതിൽ ജീവിക്കുകയും ചെയ്തു. ആദ്യത്തെ അനുഭവം മനസ്സിൽ കാണുകയെന്നത് അല്പം വേദനിപ്പിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ചാർലിക്ക് വേണ്ടി ജീവിച്ചിട്ട് അയാൾ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട്. എന്നിട്ടും ഞാനത് മനസ്സിൽ കണ്ടു. ആ അനുഭവത്തിലൂടെ ഇപ്പോൾ വീണ്ടും പോയപ്പോൾ കൂടുതൽ ശക്തയായതുപോലെ എനിക്ക് തോന്നി. ലിൻഡ, ഇപ്പോൾ എന്ത് തോന്നുന്നു? അർജുന്റെ ശബ്ദം കടൽക്കാറ്റിനെ ഭേദിച്ചു. ഞാൻ വിചാരിച്ചതിനേക്കാൾ അത് എളുപ്പമായിരുന്നു. ഞാൻ വിശ്വസ്തയാണെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. ഞാൻ സാധാരണ ഇത് അവഗണിക്കാറായിരുന്നു പതിവ്. എന്നാൽ ഞാനൊരു മാതൃകയായ മകളും ബോസും ഗേൾ ഫ്രണ്ടുമായിരുന്നുവെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഈ അനുഭവങ്ങളൊന്നും ഞാൻ ഒരിക്കലും വിശ്വസ്തതയുമായി ബന്ധിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ അവയുമായി ആഴത്തിൽ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വസ്തതയുടെ കണ്ണാടിയിൽ കാണാൻ സാധിക്കുന്നു. എക്സലന്റ്! നിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകളുടെ ഒരു ശേഖരണം മാത്രമാണ്. നിന്റെ വിശ്വസ്തതയെ സൂചിപ്പിക്കുന്ന ഓർമ്മകളെ ആഴത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നാൽ അത് നിന്റെ പുതിയൊരു വ്യക്തിത്വമായി തോന്നും. ഇത് നീ വിചാരിക്കുന്നതിലും വേഗത്തിൽ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഈ പുതിയ വ്യക്തിത്വം നിന്റെ മനസ്സിലേക്ക് എന്നേക്കുമായി പ്രതിഷ്ഠിക്കേണ്ടത്. എങ്ങനെ എന്നുവെച്ചാൽ 40 വർഷമായി ചിന്തിക്കുന്ന രീതി പെട്ടെന്നങ്ങ് മാറ്റാൻ അത്ര എളുപ്പമല്ലല്ലോ. പക്ഷേ അതിനുവേണ്ടിയാണ് ഞാൻ അർജുൻ്റെ ഒപ്പമുള്ളത്. അതിനായി ശ്രമിക്കാം. 3 മിനിറ്റ് നേരത്തേക്ക് ഒരേ വ്യായാമം അടുത്ത 90 ദിവസം കൃത്യമായി ചെയ്താൽ അതിന് സാധിക്കും. നീയൊരു വിശ്വസ്തയായ വ്യക്തിയാണെന്ന് തലച്ചോറിന് കാണിച്ചു കൊടുക്കണം. ആ ഗുണം നിന്റെ ഉള്ളിൽ ദൃഢമായി ഉറയ്ക്കുന്നത് വരെ. നീ ഉറക്കമുണരുന്ന ഉടനെയും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും ഇങ്ങനെ ചെയ്യണം. ചെയ്തു നോക്കാം. ഞാൻ വിശ്വസ്തയായിരുന്ന 3 കാര്യങ്ങൾ ഓർക്കുകയും അത് ഇപ്പോൾ ഇവിടെ നടന്നതുപോലെ മനസ്സിൽ കാണുകയും ചെയ്താൽ മതിയല്ലോ. കുറച്ച് ഭാവന വേണമെന്നല്ലേ ഉള്ളൂ. ഞാൻ ചിരിച്ചു. നിനക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ ലിൻഡ. അതിനായി മനസ്സിനെ പാകപ്പെടുത്തുകയേ വേണ്ടൂ. നിന്റെ എല്ലാ നിഴലുകൾക്കും ഇത് തന്നെ ചെയ്താൽ മതി. നീ നിന്റെ തന്നെ ഏറ്റവും മികച്ച പതിപ്പാകാനുള്ള ശ്രമം ഇന്നിവിടെ തുടങ്ങുകയാണ്. ഒരിക്കൽ നീ നിന്റെ ശാക്തീകരിക്കപ്പെട്ട ഐഡന്റിറ്റി കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ നീ യാന്ത്രികമായി ശരിയായ ദിശയിലേക്ക് വിന്യസിക്കപ്പെടും. നിന്റെ വ്യക്തിത്വമാണ് നിന്റെ വിധി നിർണയിക്കുന്നത്. കുറ്റവാളികളും സാമൂഹ്യദ്രോഹികളും പോലും അവർ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് സ്വയം നിരന്തരമായി വിശ്വസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒരുവൻ തനിക്ക് തന്നെ നിരന്തരമായി നൽകുന്ന നിർവചനങ്ങളാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം. നീ നിന്നെ തന്നെ വിശ്വസ്തയാണെന്ന് കരുതുന്ന നിമിഷം മുതൽ അത് നിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. മനുഷ്യ മനഃശാസ്ത്രത്തിലെ ഏറ്റവും ശക്തവും കൃത്യവുമായ നിർവചനമാണിത്. അത് വളരെ ശരിയാണ്, ഞാൻ പറഞ്ഞു. ഒരു ഉറച്ച ഐഡന്റിറ്റി കെട്ടിപ്പടുക്കാൻ സമയമായി. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ നാട്ടിൽ എനിക്ക് ബിസിനസ്സിൽ ഒരു റോൾ മോഡൽ ഉണ്ടായിരുന്നില്ല. ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ പീറ്റർ ഡ്രക്കറെ ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ ബിസിനസ് കരിയറിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അത്തരമൊരു ഐഡന്റിറ്റിയാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഞാൻ ബിസിനസ് സ്ട്രാറ്റജികളുടെ പീറ്റർ ഡ്രക്കറാണ്. ഏയ്, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നീട് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, പീറ്റർ ഡ്രക്കറിനെ നിർവചിക്കുന്ന 5 വാക്കുകൾ ഏതൊക്കെയാണ്? പീറ്റർ ഡ്രക്കർ സ്ഥിരമായി സ്വയം ചോദിക്കുന്ന പ്രധാന ചോദ്യം എന്തായിരിക്കും? പീറ്റർ ഡ്രക്കറിന്റെ മൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ബിസിനസ്സിനെ കുറിച്ചുള്ള പീറ്റർ ഡ്രക്കറിന്റെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? ഏത് മാനസികാവസ്ഥയിലായിരിക്കും അദ്ദേഹം കൂടുതൽ സമയം ജീവിക്കുന്നത്? അത് കുറച്ച് കൂടുതലല്ലേ അർജുൻ? ആയിരുന്നു. പക്ഷെ 1 മണിക്കൂറിൽ കുറഞ്ഞ സമയം കൊണ്ട് ഞാനൊരു പുതിയ ഐഡന്റിറ്റി ഉണ്ടാക്കി. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കൂടി ഉരുട്ടി ഒരു ഉണ്ടയാക്കി എനിക്ക് തരുമോ? ഞാനത് വിഴുങ്ങാം. നീ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ ലക്ഷ്യം ഒരിക്കലും പീറ്റർ ഡ്രക്കർ ആകുക എന്നതല്ല, പകരം നിന്റെ തന്നെ ഏറ്റവും മികച്ച ഒരു പതിപ്പാവുക എന്നതാണ്. നിന്റെ മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ നിന്റെ പുതിയ ഐഡന്റിറ്റി കെട്ടിപ്പടുക്കാൻ തുടങ്ങുകയും നിന്റെ അടുത്ത പതിപ്പിന് വേണ്ടി വർഷങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ നിന്റെ മേഖലയിലെ വിജയികളായ ആളുകൾ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കി അവരെ മാതൃകയാക്കി 1 മണിക്കൂറിൽ താഴെയുള്ള സമയം കൊണ്ട് നിന്റെ പുതിയ ഐഡന്റിറ്റിക്കുള്ള അടിത്തറ പാകാം. ഇതിലേതാണ് നീ തിരഞ്ഞെടുക്കുന്നത്?
എനിക്ക് പണി കുറവുള്ളത് മതി അർജുൻ. 80-20 നിയമം ഓർമ്മയില്ലേ? അതായത് 20% ജോലി 80% ഫലം തരും. അദ്ദേഹം ചിരിച്ചു. അത് വളരെ ശരിയാണ്. അതാണ് നിന്റെ മുന്നിലുള്ള ഇന്നത്തെ അവസരവും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ പുതിയ ഐഡന്റിറ്റി നിന്റെ ഉള്ളിലേക്ക് ചേരാൻ എല്ലാ ദിവസവും കുറച്ച് സമയം നീ നിന്റെ പുതിയ വ്യക്തിത്വം പ്രഖ്യാപിക്കണം. പറയൂ, ബിസിനസ്സിലെ നിന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ ആരാണ്? ശതകോടീശ്വരിയും ബോഡി ഷേപ്പർ കമ്പനിയായ സ്പാൻക്സിന്റെ സ്ഥാപകയുമായ സാറ ബ്ലാക്കി. എനിക്ക് ടെക്നോളജിയിലെ സാറ ബ്ലാക്കി ആകണം, ഞാൻ പറഞ്ഞു. അവർ അസാമാന്യമായ ഒരു സംരംഭകയാണെന്ന് മാത്രമല്ല, അവരുടെ ഉൽപ്പന്നം എൻ്റെ തൂങ്ങിക്കിടക്കുന്ന അരക്കെട്ടാരും പുറത്തു കാണാതെ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അതെ, വളരെ നല്ലത്. എങ്കിൽ ടെക്നോളജിയിലെ സാറ ബ്ലാക്കിയെ വിവരിക്കുന്ന 5 വാക്കുകൾ പറയൂ. പാഷനേറ്റ്, സാഹസികതയുള്ളവൾ, ക്രിയാത്മകതയുള്ളവൾ, വിജയി, സത്യസന്ധ. പറയാൻ എനിക്ക് തരിമ്പ് മടി പോലും തോന്നിയില്ല. എൻ്റെ അമ്മയെ അല്ലാതെ ഞാൻ ബ്ലാക്ക്ലിയെ പോലെ ആരാധിക്കുന്ന മറ്റൊരു സ്ത്രീയില്ല. പെർഫെക്റ്റ്. നീ ആരാണെന്നും നിന്റെ പുതിയ പതിപ്പിനെ കുറിച്ചും വിവരിക്കുന്ന വാക്കുകളാണിത്. ഇതിൽ നീ സത്യസന്ധയാണെന്ന് നീ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു? എന്നെ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. ഇനി നിന്റെ പുതിയ ഐഡന്റിറ്റിയിലേക്ക് നിനക്ക് ഇറങ്ങാൻ സഹായിക്കുന്ന ഒരു മാന്ത്രിക ചോദ്യം ഞാൻ ചോദിക്കാം. ടെക്നോളജിയിലെ സാറ ബ്ലാക്കിക്ക് വിജയിയായി തോന്നാൻ എന്ത് സംഭവിക്കണം? അവൾ തൻ്റെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ചത് കൊടുക്കുമെങ്കിൽ വിജയിയാകുമെന്ന് അവൾക്കറിയാം. കിട്ടുന്നതിലും കൂടുതൽ മൂല്യം അവൾ കൊടുക്കുമെങ്കിൽ അവൾക്ക് അളവറ്റ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും, ഞാൻ പറഞ്ഞു. ശരി ലിൻഡ, നിനക്കിതുമായി വീട്ടിൽ പോകാം. ഇന്ന് രാത്രി ഒന്നിരുന്ന് നിന്നോട് തന്നെ ടെക്നോളജിയിലെ സാറ ബ്ലാക്കിയെ വിവരിക്കുന്ന എല്ലാ വാക്കുകൾക്കും ഇതേ ചോദ്യം ചോദിക്കുക. ഉദാഹരണത്തിന്, സാറ ബ്ലാക്കിലേക്ക് പാഷനേറ്റായി തോന്നിക്കാൻ എന്ത് സംഭവിക്കണം? സത്യസന്ധയാണെന്ന് തോന്നിക്കാനോ? ഓക്കെ, ശരി ക്യാപ്റ്റൻ. അർജുൻ ചിരിച്ചുകൊണ്ട് എൻ്റെ കയ്യിലടിച്ചു. ലിൻഡ, ലോകത്തിന് നൽകാൻ നിന്റെ കയ്യിൽ ഒരുപാട് നർമ്മബോധവും പാഷനും ബുദ്ധിസാമർഥ്യവുമുണ്ട്. എൻ്റെ കണ്ണുകൾ വീണ്ടും നനയുന്നത് ഞാൻ അറിഞ്ഞു. തൊണ്ട ശരിയാക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് അർജുൻ. എന്നെ വിശ്വസിച്ചതിന് നന്ദി. ഇനി ഷോപ്പിങ്ങിനുള്ള സമയമാണ്. കടകളുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് ഒരുപാട് ദയ കാണിച്ചു കഴിഞ്ഞു. ഇത് സാരമില്ല. എൻ്റെ ദേഹത്തുള്ള ഈ മത്സ്യകന്യകയുടെ മണം എനിക്കിപ്പോൾ ശീലമായി. എനിക്ക് നിന്നെ സഹായിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. നല്ലൊരു തുടക്കത്തിൻ്റെ തോന്നലുണ്ടാവാൻ പുതിയ വസ്ത്രത്തേക്കാൾ നല്ലതായി മറ്റൊന്നുമില്ലെന്ന് എൻ്റെ സഹോദരി പറയുമായിരുന്നു. അർജുൻ ഹൃദയം കൊണ്ട് ചിരിച്ചപ്പോൾ ഞാൻ അസൂയയോടെ ചിരിച്ചു. സഹോദരി ആള് മിടുക്കിയാണല്ലോ. ലോസ് ആഞ്ചൽസ് തെരുവിലൂടെയുള്ള മറ്റൊരു യാത്രയ്ക്ക് ശേഷം അർജുൻ തൻ്റെ ഫെറാറി ഒരു മനോഹരമായ ആധുനിക ശൈലിയിൽ പണി കഴിപ്പിച്ച കെട്ടിടത്തിന് മുന്നിൽ നിർത്തി. ഓൾഡ് നേവിയോ? ഞാൻ അറിയാതെ ചോദിച്ചുപോയി. അല്ല, ബാർണീസ് ഓഫ് ന്യൂയോർക്ക്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് കാർ പാർക്കിങ്ങിലേക്ക് കയറ്റി പാർക്കിംഗ് ബ്രേക്ക് ഇട്ടു. ബാർണീസ് എന്ന ആഡംബര ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ കയറാൻ എൻ്റെ പേഴ്സ് എന്നെ അനുവദിച്ചിട്ടില്ല. അർജുൻ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് $100 നോട്ടിൻ്റെ ഒരു കെട്ടെടുത്ത് എൻ്റെ നേരെ നീട്ടി. നിനക്ക് ആവശ്യമുള്ളത് വാങ്ങും. ഒരു വശത്ത് താണക്കേട് കൊണ്ട് എൻ്റെ മുഖം ചുവന്നു. മറുവശത്തത് വാങ്ങാൻ എനിക്ക് അഭിമാനവും തോന്നി. ഡോളറിലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ. എനിക്ക് വിഷമം തോന്നിയില്ല. പകരം എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നലാണ് ഉണ്ടായത്. ഒരായുസ് കൊണ്ട് കിട്ടേണ്ട കരുതൽ ഈ മനുഷ്യൻ ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നിരിക്കുന്നു. പോയി നിനക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങ്. 2 മണിക്കൂറിന് ശേഷം ഞാൻ തിരിച്ചു വരാം, പോരെ? അർജുൻ, എനിക്ക് അത്യാവശ്യമുള്ളത് വാങ്ങാൻ ടാർഗറ്റ് അല്ലെങ്കിൽ ഓൾഡ് നേവി പോലെ ഏതെങ്കിലും സ്റ്റോർ മതിയായിരുന്നു. അതാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരുപാട് പണം ചെലവാക്കിയെന്ന തോന്നലുണ്ടാകില്ലായിരുന്നു. ലിൻഡ, നിർത്ത്, എൻ്റെ കയ്യിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം നിന്റെ പഠനത്തിൻ്റെ ഭാഗമാണ്. സമ്പത്തിലേക്കുള്ള ആദ്യപടി നീ നിന്റെ ഇല്ലായ്മയുടെ മനോഭാവത്തിൽ നിന്ന് പുറത്തു കടക്കുക എന്നതാണ്. നിനക്ക് മനസ്സിലായോ? ഞാൻ മടിച്ചുകൊണ്ട് തലയാട്ടി കാറിൽ നിന്നിറങ്ങി. ഞാൻ കാറിൻ്റെ ഡോറടയ്ക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി അർജുൻ ചിരിച്ചു. ഫെറാറി നിരത്തിലൂടെ ഒഴുകി നീങ്ങി. കയ്യിൽ അർജുൻ തന്ന നോട്ടുകളുമായി സ്റ്റോറിന് മുന്നിൽ ഞാൻ മാത്രം ബാക്കിയായി.
വലിയ ഓട്ടോമാറ്റിക് ഗ്ലാസ് ഡോർ എനിക്ക് മുന്നിൽ തുറന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ ഞാൻ അകത്തു കടന്നു. അപ്പോൾ ഇങ്ങനെയാണ് ലോകത്തിലെ വരേണ്യവർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ജീവിക്കുന്നത്. എവിടെയും എങ്ങും പണത്തിൻ്റെ തിളക്കവും ഗന്ധവും. പക്ഷേ തലയുയർത്തി നടക്കാൻ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അവിടെ എത്തിയ ചില കസ്റ്റമേഴ്സ് എന്നെ നോക്കി പുഞ്ചിരിച്ചു. അവരിൽ നിന്ന് നിനക്ക് ഒരു വ്യത്യാസവുമില്ല ലിൻഡ, നീയും അവരുടെ നിലവാരത്തിൽ തന്നെയാണ്. എൻ്റെ കാൽവിരലുകൾക്കിടയിൽ മണൽ കിരികിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. സ്റ്റോറിലൂടെ നടക്കുമ്പോൾ എൻ്റെ പ്രതിബിംബം അവിടുത്തെ 10 കണ്ണാടികളിൽ കാണാം. എന്നെ കണ്ടിട്ട് ഒരു കാർട്ടൂൺ കോമിക് കഥാപാത്രം ഇറങ്ങി വരുന്നത് പോലെയുണ്ട്. മുടിയാണെങ്കിൽ വെട്ടിയിട്ടോ നിറം കൊടുത്തിട്ടോ കുറേ നാളായി. പക്ഷെ നോക്കുന്നവർക്ക് ആദ്യം കണ്ടെത്തുന്നത് എൻ്റെ ശരീരപ്രകൃതിയിലാണ്. കാറ്റുപോയ ബലൂൺ പോലെ എൻ്റെ തോളുകൾ ഇടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. പക്ഷെ അതിലും ബുദ്ധിമുട്ടുള്ള കാര്യം എൻ്റെ മനസ്സിങ്ങനെ താഴേക്ക് പോകുന്നതാണ്. പക്ഷേ എൻ്റെ ജീവിതമാണോ എന്നെ താഴേക്ക് തള്ളിയിട്ടത്, അതോ ഞാൻ തന്നെയാണോ അത് ചെയ്തത്? രണ്ടാമത്തേതാണ് സംഭവിച്ചതെങ്കിൽ ഞാൻ എന്നോട് തന്നെ ക്ഷമ ചോദിക്കണം. അതെല്ലാം മാറ്റാനുള്ള അവസരമാണെന്ന്. എല്ലാ ദിവസവും ആരെങ്കിലും പണം തന്ന് എന്നെ ഇങ്ങനെ ഇത്രയും വലിയ സ്റ്റോറിലേക്ക് വിടില്ല. എല്ലാവർക്കും ഇത്തരമൊരു അവസരം കിട്ടണമെന്നുമില്ല. അതുകൊണ്ട് ഈ അവസരം ഉപയോഗിക്കൂ. ലിൻഡ, നിന്റെ തോളുകൾ നേരെയാക്കി ആത്മവിശ്വാസത്തോടെ നടക്കൂ. എന്നിട്ട് നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഈ സ്റ്റോറിൽ നിന്ന് കണ്ടെത്തൂ. റീറ്റെയിൽ തെറാപ്പി അതിൻ്റെ പൂർണ്ണ തോതിൽ നടക്കട്ടെ. 2 മണിക്കൂറുകൾക്ക് ശേഷം ഗ്ലാസ് വാതിലുകളിലൂടെ ഞാൻ തിളങ്ങുന്ന സൂര്യപ്രകാശത്തിലേക്ക് നടന്നു. ഞാനൊരു പുതിയ വ്യക്തിയായിട്ടുണ്ടാകില്ല, പക്ഷെ കുറഞ്ഞത് എൻ്റെ പുഞ്ചിരിക്കുന്ന ഒരു വകഭേദമെങ്കിലും ആയിട്ടുണ്ട്. കണ്ണുകളടച്ച് സൂര്യന് നേരെ പുഞ്ചിരിച്ചുകൊണ്ട് അർജുൻ കാറിലിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ദൈവമേ, എനിക്ക് ഈ മനുഷ്യനോട് അസൂയ തോന്നുന്നു. എല്ലാത്തിൽ നിന്ന് മാറി ഇതുപോലെ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കാനുള്ള ഈ കഴിവിൽ. ഞാൻ കാറിന് നേരെ നടന്നപ്പോൾ ഷോപ്പിംഗ് ബാഗ് എൻ്റെ കാലുകളിൽ ഉരസി. വഴിയിലൂടെ നടന്നു പോകുന്ന നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച ആളുകൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനതിന് ചേരാത്തതുപോലെ. പോയി പണി നോക്ക്, അതിനെനിക്ക് ഒരു കുഴപ്പവുമില്ല. അദ്ദേഹം എന്നെ ജിജ്ഞാസയോടെ നോക്കുന്നു. കണ്ടിട്ട് നിനക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയെന്ന് തോന്നുന്നല്ലോ. അതെ അതെ, 5 ക്യാരറ്റ് ഡയമണ്ട് കമ്മൽ വാങ്ങണമെന്നത് എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു. നന്ദി അർജുൻ. അദ്ദേഹം പിരികമുയർത്തി കണ്ണ് ചിമ്മാതെ എന്നെ നോക്കി. കാറിലേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 5 ക്യാരറ്റ് ഡയമണ്ട് കമ്മലുകൾ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ പകരം എനിക്ക് കുറച്ച് ടോപ്പും പാൻസുമാണ് വാങ്ങിയത്. ഞാൻ അങ്ങേയറ്റം ന്യായമായും വിശ്വസ്തതയുമായാണ് ഷോപ്പിംഗ് ചെയ്തത്. സത്യസന്ധതയോടെ ഞാൻ ബാക്കിയുള്ള പണം അർജുന് തിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അർജുൻ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി. നീ ചിരിച്ചു കാണുന്നതിൽ സന്തോഷമുണ്ട് ലിൻഡ. അതെ, തീർച്ചയായും. ഇത് വെറും വസ്ത്രങ്ങളാണ്. പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും പ്രതീക്ഷ തോന്നുന്നത്. ആ ചാർലിയുടെ ഡയമണ്ട് മോതിരത്തിൻ്റെ കാര്യം ഓർമ്മിക്കുന്നത് വരെ. അവൻ്റെ രൂപത്തിലുള്ള ഒരു ബൊമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ അതായിരുന്നു ആ സിങ്കിലിട്ട് നശിപ്പിച്ച് കളയേണ്ടിയിരുന്നത്. അദ്ദേഹം ഷോപ്പിംഗ് ബാഗിലേക്ക് നോക്കി അല്പം ആശങ്കയോടെ ചോദിച്ചു, നിനക്ക് താമസിക്കാൻ എവിടെയെങ്കിലും ഇടമുണ്ടോ? ഞാനിന്ന് എന്നേക്കുമായി കടലിൽ താമസിക്കാൻ ഇറങ്ങിയതിനാൽ അർജുൻ്റെ നേരെ നോക്കാതെ ഞാൻ തലകുലുക്കി. എൻ്റെ സുഹൃത്ത് ഐറിൻ്റെ സോഫയായിരുന്നു എൻ്റെ ഇതുവരെയുള്ള വീട്. പക്ഷേ ഞാനൊരു സുഹൃത്തിൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു. ആ താമസം എങ്ങനെ പോകുന്നു? ഞാൻ കഷ്ടപ്പെട്ട് ചിരിക്കാൻ ശ്രമിച്ചു. അത്ര സുഖത്തിലല്ല. എനിക്ക് അവിടേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അവിടെ താമസിക്കുന്നത് കാരണം അവളുടെയും അവളുടെ ഭർത്താവിൻ്റെയും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൾ അങ്ങനെ നിന്നോട് പറഞ്ഞു? വളരെ ആശങ്കയോടാണ് അർജുൻ ചോദിച്ചത്. ഇല്ല, പക്ഷേ അവർ രണ്ടുപേരും എന്നെ ചൊല്ലി വഴക്കിടുന്നത് ഇന്നലെ രാത്രി ഞാൻ കേട്ടു. ഞാൻ താമസിക്കുന്നതിൽ തീരെ താല്പര്യമില്ലെന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായി. നീ ഇന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലുള്ള ഒരു കാരണം ഇതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അർജുൻ സൗമ്യമായി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പല കാരണങ്ങളും ചേർന്നാണ് എന്നെ ആ തീരുമാനം എടുപ്പിച്ചതെങ്കിലും ഇന്നലെ രാത്രിയിൽ നടന്ന അവരുടെ വഴക്ക് എൻ്റെ ഇല്ലായ്മയും നിരാശയും ദേഷ്യവും കൂട്ടി. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതാക്കി.
എന്നാലും എനിക്കിപ്പോൾ നല്ല പ്രതീക്ഷ തോന്നുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് കാരണം നീ പഠിക്കുന്ന ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടല്ലേ? പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷെ പ്രധാന കാരണം വേറെയാണ്. ഈ പുതിയ ജീൻസിൽ എന്നെ കണ്ടാൽ അടിപൊളിയല്ലേ? ഞാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പുതിയ സാധനങ്ങൾക്ക് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ പറയൂ, നിനക്ക് മറ്റെവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലമുണ്ടോ? ഞാൻ തലകുലുക്കി. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല. കാരണം ഞാൻ വിചാരിച്ചത് ഈ സമയത്ത് ഞാൻ മരിച്ചിട്ടുണ്ടാകുമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ താമസ സ്ഥലമെന്നത് ഒരു മുൻഗണനയായിരുന്നില്ല. ഞാനൊരു പക്ഷേ കെൻഡക്കിയിലുള്ള എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടി വരും. അവരെന്നെ എന്തായാലും സ്വീകരിക്കേണ്ടതല്ലേ? എൻ്റെ ദൈവമേ, ഞാൻ എന്ത് തോൽവിയാണല്ലേ! എനിക്ക് വീണ്ടും പരാജയത്തിൻ്റെ ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി. അർജുൻ എന്നെ ഒന്ന് പാളി നോക്കി. ഇങ്ങനെ സ്വയം പഴിക്കുന്നതൊന്ന് നിർത്താമോ ലിൻഡ? നീ ചില കാര്യങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ടാകും, എന്നാൽ നീയൊരു പരാജയമല്ല. ഞാൻ എൻ്റെ നെറ്റിയിൽ ഒന്ന് അമർത്തി തിരുമ്മി. ഇന്ന് അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളുടെ ഫലമായിരിക്കണം തലവേദനിക്കുന്നുണ്ട്. തല ഒരു വശത്ത് ചെരിച്ചു പിടിച്ചാൽ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ ചെവിയിലൂടെ ഒഴുകിപ്പോകുമായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആശിച്ചു. കടൽ വെള്ളം പോലെ. ഞാൻ ശ്രമിക്കുകയാണ് ശരിക്കും, പക്ഷെ അത് വളരെ കഠിനമാണ്. അതെ, മാറ്റം ഒരിക്കലും ആദ്യം എളുപ്പമായിരിക്കില്ല. പക്ഷെ മുന്നോട്ടു പോകും തോറും അത് കൂടുതൽ എളുപ്പമായി വരും. മറ്റെന്തിനെക്കുറിച്ചോ ആലോചിച്ച് അദ്ദേഹം ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ സ്ഥാപനത്തിന് സിറ്റിയിൽ കുറച്ച് അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കൺസൾട്ടൻറ്റുകൾക്ക് താമസിക്കാനുള്ളതാണവ. എനിക്ക് വേണ്ടി ഇത്രത്തോളം ഉദാരനാകാൻ ഈ മനുഷ്യന് എങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ ശക്തമായി തല കുലുക്കിക്കൊണ്ട് അർജുൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇനിയും കൂടുതൽ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് തന്നു കഴിഞ്ഞു. ലിൻഡ. അദ്ദേഹത്തിൻ്റെ വിളിയിൽ ഒരു പിതൃവാത്സല്യമുണ്ടായിരുന്നു. അദ്ദേഹം ചിലപ്പോഴെന്നെ ഒരു മകളെ പോലെ ആയിരിക്കും കാണുന്നത്. ഇതൊരു സൗജന്യമല്ല. നീ പറഞ്ഞില്ലേ നീ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന്. അടുത്ത ഏതാനും മാസത്തേക്ക് എനിക്ക് എന്തായാലും നിന്റെ ടെക്നോളജി സ്കില്ലുകൾ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ അപ്പാർട്ട്മെൻറ്റ്, അത് തൽക്കാലത്തേക്ക് മാത്രമാണ്. അടുത്ത് തന്നെ തുടങ്ങാനിരിക്കുന്ന പ്രോജക്റ്റിന് വേണ്ടി ആ അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് തിരിച്ചു തരണം. 90 ദിവസം നിനക്ക് അവിടെ താമസിച്ചുകൊണ്ട് നിനക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് വേണ്ടി ഇക്കാലയളവിൽ ചില സോഫ്റ്റ്വെയർ ജോലികളും ചെയ്തുകൊണ്ട്. ഇവിടെ നിന്ന് പോകാറാകുമ്പോൾ നീ നിന്നെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാകും. നിനക്ക് താമസിക്കാൻ ഒരിടം കണ്ടെത്താനുള്ള പ്രാപ്തിയും നേടിയിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാം. എന്തു തോന്നുന്നു? എനിക്കറിയില്ല. ഞാൻ വെറുതെ എന്തു പറയണമെന്നറിയാതെ അവസ്ഥയിലായി ഞാൻ. ഇതൊക്കെ സ്വീകരിക്കാൻ കഴിയുന്നതിലും വളരെ അധികമായിരുന്നു. അടുക്കളയിൽ ആവശ്യമുള്ളതെല്ലാം വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പാർട്ട്മെൻറ്റ് ഫർണിഷ് ചെയ്തതാണ്. വൈഫൈ, ഇൻ്റർനെറ്റ് കണക്ഷനും ലാപ്ടോപ്പും ഉണ്ട്. അതുകൊണ്ട് നിനക്ക് നിന്റെ സംരംഭവുമായി മുന്നോട്ട് പോകാം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. നിനക്ക് വീണ്ടും ഇതുപോലെ നിരാശ തോന്നുകയോ ജീവൻ എടുക്കണമെന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ നീ ഈ നമ്പറിൽ വിളിക്കണം. അദ്ദേഹം എൻ്റെ നേരെ ഒരു കടലാസ് കഷ്ണം നീട്ടി. അതിലൊരു നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ ലൈഫ് ലൈൻ്റെ ഫോൺ നമ്പർ എഴുതിയിരുന്നു. പുറത്തേക്ക് വരാത്ത കണ്ണുനീർത്തുള്ളികൾ തൊണ്ടയിൽ കുടുങ്ങി എന്നെ വേദനിപ്പിച്ചു. ഇത് യാഥാർത്ഥ്യമാണ്. ഒരാൾ എന്നെ സഹായിക്കുന്നു. യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ സഹായം, അല്ലാതെ വെറും വാക്കുകളോ വലിയ തിയറികളോ അല്ല. എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഇതൊരു കൈമാറൽ മാത്രമാണ്. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടെന്ന് വേണം അർജുൻ പറഞ്ഞു. ഇതിലൂടെ മറ്റൊരാൾക്ക് ഉയരാൻ ഞാൻ സഹായിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പിച്ചക്കാരൻ തന്ന പണം സ്വീകരിച്ച കാര്യം നിന്നോട് പറഞ്ഞിരുന്നല്ലോ. ഞാനെന്ന് നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അന്ന് അയാൾ എനിക്കത് തന്നത് ഇന്ന് ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു. അത് വെറുതെയുമല്ല, നിന്റെ വൈദഗ്ധ്യം നീ എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അർജുൻ കാർ റോഡിൻ്റെ വശത്തേക്ക് ചേർത്ത് പാർക്ക് ചെയ്തു. തൻ്റെ കൈ സ്റ്റിയറിംഗിലേക്ക് അമർത്തിക്കൊണ്ട് അദ്ദേഹം എൻ്റെ നേരേക്ക് ചാഞ്ഞിരുന്നു. ലിൻഡ, ഇത് നിനക്കൊരു നീണ്ട ദിവസമായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു.
എനിക്ക് ഇന്ന് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. നിനക്കുള്ള അപ്പാർട്ട്മെന്റ് അവിടെയാണ്. അദ്ദേഹം എൻ്റെ തോളിന് മുകളിൽ കൂടി ചൂണ്ടിക്കാണിച്ചു. ബീച്ച് അവിടെയും. അദ്ദേഹം ഇടതുവശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് തീരുമാനിക്കാം ഞാൻ നിന്നെ എവിടെ വിടണമെന്ന്. ഇതേ ചെയ്യാവൂ എന്നൊന്നും അദ്ദേഹം എനിക്ക് ഒരു സമ്മർദ്ദവും തരുന്നില്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് ചോദിക്കുന്നതേയുള്ളൂ. ജീവിതമോ അല്ലെങ്കിൽ മരണമോ. ഇത് വളരെ പ്രയാസകരമായിരിക്കും. ചാർലിയെക്കുറിച്ചും എൻ്റെ പരാജയങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ എനിക്കിപ്പോഴും കടുത്ത വേദന തോന്നുന്നുണ്ട്. ഇപ്പോഴെനിക്കൊരു സുഹൃത്തെങ്കിലുമുണ്ട്. അത് തന്നെ വലിയ കാര്യം. പക്ഷേ അത് മതിയോ? എൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയ വികാരങ്ങളെ ഞാനങ്ങ് വിഴുങ്ങി. എല്ലാ ധൈര്യവും ശക്തിയും വീണ്ടെടുത്ത് ഞാൻ തലയാട്ടി. ബീച്ചിലേക്ക് പ്ലീസ്. അർജുൻ്റെ ചിരി മാഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഞെട്ടൽ കാണാം. നിനക്കുറപ്പാണോ? അല്ല, ബീച്ചിൽ പോയി എനിക്കെൻ്റെ ഫെറാറി എടുത്തുകൊണ്ട് വരണ്ടേ? ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. താഴെ കാണിച്ചിരിക്കുന്ന QR കോഡ് അദ്ദേഹം എനിക്ക് ഐപാഡിൽ കാണിച്ചു തന്നു. അത് അദ്ദേഹത്തിൻ്റെ സൗജന്യ പരിശീലനത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് ചേർന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കാൻ ഇത് സഹായിക്കും. ഞാൻ എൻ്റെ ഫോണിലെ QR റീഡർ കൊണ്ട് അത് സ്കാൻ ചെയ്തു. അതെ, ഞാൻ തയ്യാറാണ്. You may have failed, but you're not a failure. നിങ്ങൾ പക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ടാകാം, ഒന്ന് കൂടുതൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളൊരു പരാജയമല്ല. ഈ ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കി. പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബാണ്, ഒരു നൗൺ അല്ല, ഒരു ക്രിയയാണ്, ഒരു കർമ്മമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യും അഗെയിൻ, മൂന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന്. ഇതാണ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ, ഇതാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണ്. നിങ്ങളാണ് വിജയിക്കുന്ന ആളാണ്. നിങ്ങളാണ് ബിസിനസ്സിൽ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്ന ആള്, ആ ഓപ്പർച്യൂണിറ്റി കീപ്പ് ചെയ്യുന്ന ആള്, അതിലൂടെ അസറ്റ് ബിൽഡ് ചെയ്യുന്ന ആള്. പാസ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഫ്യൂച്ചർ. പണ്ട് ഒരു പക്ഷേ നിങ്ങൾ പരാജയപ്പെട്ടു, ഒരു വർഷം മുമ്പ് പരാജയപ്പെട്ടു, 10 വർഷം മുമ്പ് പരാജയപ്പെട്ടു, 6 മാസവും ഒരു മാസം മുമ്പ് പരാജയപ്പെട്ടു, ഇന്നലെ പരാജയപ്പെട്ടു, ഒരു മൊമെന്റ് മുമ്പ് പരാജയപ്പെട്ടു. എങ്കിൽ പോലും നിങ്ങളൊരു പരാജയമല്ല. പരാജയം ഒരു വേർബാണ്, ഒരു ക്രിയയാണ്. പരാജയപ്പെട്ടു, സോ വാട്ട്? അതിൽ നിന്ന് ലേൺ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. നിങ്ങൾ കമ്മിറ്റഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. I'll see you on the next chapter.